ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഇൻ ടേംസ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദ. അതായത് രണ്ട് വെക്ടേഴ്സ് എയും ബി എന്നുള്ള രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കുന്നത് ഏതിൻ്റെ ടേംസിൽ തന്നേക്കുന്ന, അതായത് ഏതിൻ്റെ റിസൾട്ടൻറ്റ് എ എന്ന് പറയുന്ന വെക്ടറിൻ്റെയും ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെയും റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഏതിൻ്റെ ടേംസിൽ നമ്മൾ തന്നേക്കുന്ന എ വെക്ടറിൻ്റെയും ബി വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡിൻ്റെയും അവ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എങ്കിൽ ആ തീറ്റയുടെ ടേംസിൽ വേണം റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാൻ. അതിനായിട്ട് നമ്മൾ രണ്ട് വെക്ടേഴ്സ് എടുക്കുക, വെക്ടർ എയും വെക്ടർ ബിയും. അപ്പോൾ ഒ പി എന്ന് പറയുന്ന സൈഡ് എ വെക്ടറിനെയും ഒ ക്യു എന്ന് പറയുന്ന സൈഡ് ബി വെക്ടറിനെയും ഡിനോട്ട് ചെയ്യുന്നു. അവ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തൊരു പാരലോഗ്രാം ആക്കി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ടൻറ്റ് വെക്ടർ 6 തരും. ഇത്രയും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു അല്ലേ, പാരലോഗ്രാം മെത്തേഡ് വെച്ചിട്ട്. അതായത് ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് രണ്ട് വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് ആ പാരലോഗ്രാമിൻ്റെ ഡയഗണലായിരിക്കും. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഡയഗണലായിരിക്കും എന്ത് തരുന്നത്? റിസൾട്ടൻറ്റ് വെക്ടർ തരുന്നത്. അപ്പോൾ ഒ പി ക്യു ആർ എസ് എന്ന് പറയുന്നത്, ഒ പി ക്യു എസ് എന്ന് പറയുന്നതാണ് നമ്മുടെ പാരലോഗ്രാം. അതിൽ എ വെക്ടറിനും ബി വെക്ടറിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. ഇനി നമ്മൾ ഒ പി എന്ന് പറയുന്ന സൈഡ് ഇതാണ്ട് ഇങ്ങോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വരച്ചു. അപ്പോൾ ഏതായി ആ പോയിന്റ് എൻ ആയി. ഒ പി എന്ന് പറയുന്ന സൈഡ് ഇങ്ങോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വരച്ചു. എന്നിട്ടും ഈ സൈഡിൽ നിന്നും നമ്മൾ ഒ പിക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതാണ് എസ് എൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഒ പി എന്ന് പറയുന്ന സൈഡ് ഇങ്ങോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വരച്ചിട്ട് ഒ പിക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു. അതാണ് എസ് എൻ. പിന്നെന്താ? പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ടൻറ്റ് വെക്ടറിന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു. അതാണ് പി എം. അതായത് നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒ പി എന്ന് പറയുന്ന സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് വരച്ചിട്ട് ഒ പിക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതേപോലെ ഏതിന്? റിസൾട്ടൻറ്റ് വെക്ടറിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇവിടെയുള്ള ഈ സ്മോൾ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയും ഈ ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റയുമാണ്. ഇനി ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. ഇത്രയാണ് ഡയഗ്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ട്രയാങ്കിൾ ഒ എസ് എൻ ഇതാണല്ലോ ട്രയാങ്കിൾ ഒ എസ് എൻ എന്ന് പറയുന്നത്. ഇതാണ് ട്രയാങ്കിൾ ഒ എസ് എൻ. അപ്പോൾ ട്രയാങ്കിൾ ഒ എസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളാണ് അല്ലയോ? ട്രയാങ്കിൾ ഒ എസ് എൻ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളാണ്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഒ എസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് എഴുതാം? ഒ എസ് സ്ക്വയർ ഈക്വൽ ടു ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ. ഒ എസ് സ്ക്വയർ ഈക്വൽ ടു ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ. ഇതിൽ നിന്ന് ട്രയാങ്കിൾ ഒ എസ് എന്നിൽ നിന്നും ഒ എസ് സ്ക്വയർ ഈക്വൽ ടു ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അതേപോലെ ട്രയാങ്കിൾ പി എസ് എൻ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ പി എസ് എന്നിൽ നിന്ന് സൈൻ തീറ്റ ഒന്ന് കണ്ടുപിടിച്ച്. സൈൻ തീറ്റ എത്ര കിട്ടും? സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എസ് എൻ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ പി എസ്. അപ്പോൾ ഈ പി എസ് എന്ന് പറയുന്ന സൈഡും നമ്മുടെ ബി എന്ന് പറയുന്ന സൈഡും രണ്ട് പാരലൽ സൈഡ്സ് അല്ലേ? പാരലൽ സൈഡ്സിൻ്റെ വാല്യൂസ് സെയിം അല്ലേ? അപ്പോൾ ഇത് ബി ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര തന്നെ ആയിരിക്കും? ബി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് എത്ര കിട്ടും? എസ് എൻ ബൈ ബി. അല്ല നമുക്ക് എന്തെന്ന് എഴുതാം? എസ് എൻ ഈക്വൽ ടു ബി സൈൻ തീറ്റ എന്ന് എഴുതാം. അതാണ് ഇക്വേഷൻ 2. ഇനി അതേ ട്രയാങ്കിളിൽ നിന്ന് തന്നെ കോസ് തീറ്റ എന്ന് കണ്ടുപിടിച്ച്. കോസ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്ര തന്നെയാണ്? പി എസ്. അതായത് പി എൻ ഡിവൈഡഡ് ബൈ ബി. അല്ലെങ്കിൽ പി എൻ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ബി കോസ് തീറ്റ എന്ന് കിട്ടും. അതായത് നമ്മളിവിടെ ചെയ്യാൻ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ ഒ എൻ എസ് എനും വന്നു. ഈ എസ് എന്നിൻ്റെയും ഒ എന്നിൻ്റെയും വാല്യൂസ് ഈ രണ്ട് ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എസ് എൻ കിട്ടി എത്രയാണ്? ബി സൈൻ തീറ്റ. അതേപോലെ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഒ എൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഒ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ്.
അല്ലേ? ഒ എന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഒ പി പ്ലസ് പി എൻ എന്ന് എഴുതിക്കൂടെ? ഒ എൻ ഈക്വൽ ടു ഒ പി പ്ലസ് പി എൻ എന്ന് എഴുതാം. ഒ തൊട്ട് പി വരെയുള്ള പ്ലസ് പി എൻ. ഒ തൊട്ട് പി വരെയുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എ ആണ്. പ്ലസ് പി എന്നിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് എത്രയാണ്? ബി കോസ് തീറ്റ. അപ്പോൾ ഒ എൻ നമുക്ക് കിട്ടി. എത്രയാണ്? എ പ്ലസ് ബി കോസ് തീറ്റ കിട്ടി. ഇനി എസ് എന്നോ? ബി സൈൻ തീറ്റ കിട്ടി. എന്നിട്ട് നമ്മളിനി ചെയ്യേണ്ടതാണ് ഈ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആർ വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ ഇക്വേഷൻ 1 ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി ഞാൻ വായിക്കുകയാണ്, സ്ഥലമില്ല. അപ്പം എസ് എന്നിൻ്റെ വാല്യൂ ഇങ്ങോട്ട് എഴുതാം. എസ് എൻ ഈക്വൽ ടു ബി സൈൻ തീറ്റ. ഇക്വേഷൻ 3, ഇക്വേഷൻ 2. ഈ വാല്യൂസ് നമ്മളിനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഒ എസ് സ്ക്വയർ ഈക്വൽ ടു ഒ എന്നിന് പകരം എ പ്ലസ് ബി കോസ് തീറ്റ, എ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയർ പ്ലസ് എസ് എന്നിൻ്റെ പകരം ബി സൈൻ തീറ്റ സ്ക്വയർ. ഇനി സ്ക്വയർ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ, പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ബി സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് ചെയ്താൽ അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2ab കോസ് തീറ്റ. ഇനി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഒ സ്ക്വയറിൻ്റെ വാല്യൂ എത്ര വരും? ഒ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 പ്ലസ് 2ab കോസ് തീറ്റ. അല്ലെങ്കിൽ ഒ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ റിസൾട്ടൻ്റ് വെക്ടർ അല്ലേ? അപ്പോൾ ഒ എസ് അല്ലെങ്കിൽ ആർ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒ എസ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വന്നാൽ എത്ര കിട്ടും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് 2 ഇൻറ്റു എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള കോസ് ആംഗിൾ. അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഒ എൻ ഒ പി എന്ന് പറയുന്ന സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് വരച്ചു, അതിനൊരു പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് നമ്മുടെ ട്രയാങ്കിൾ ഒ എസ് നിന്ന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഒ എൻ സ്ക്വയർ ഈക്വൽ ടു ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ എന്ന് എഴുതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒ എന്നിൻ്റെയും എസ് എന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഈ ചെറിയ ട്രയാങ്കിളിൽ നിന്ന് ഫസ്റ്റ് എസ് എൻ കണ്ടുപിടിച്ചു, ദെൻ പി എൻ കണ്ടുപിടിച്ചു. അതിനായിട്ട് എസ് എൻ കണ്ടുപിടിക്കാൻ സൈൻ തീറ്റയും പി എൻ കണ്ടുപിടിക്കാൻ കോസ് തീറ്റ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഒ എൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒ പിയുടെ കൂടെ പി എൻ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പം ആർ വെക്ടറിൻ്റെ വാല്യൂ എത്രയിട്ട്? ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അതായത് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ തന്നു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ചെയ്യണം. ഇനി അവ തമ്മിലുള്ള ആംഗിൾ ഇല്ല, തന്നിട്ടില്ല എങ്കിൽ ജസ്റ്റ് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുള്ളെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. അതിൻ്റെ കമ്പോണൻസ് തരുവാണെങ്കിൽ ഇത് ഒരു വെക്ടറിൻ്റെ കമ്പോണൻസ് ആണ് തരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എങ്കിൽ രണ്ട് വെക്ടേഴ്സ് അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് വെക്ടർ പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ആയിരിക്കും. നമുക്ക് റിസൾട്ടൻ്റ് വെക്ടർ കിട്ടി. അപ്പോൾ ഈ ഇതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് കൊസൈൻസ് എന്ന് പറയുന്നത്. അതായത് ലോ ഓഫ് കൊസൈൻസ് ആണ് നമുക്ക് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ എന്ത് തരുന്നത്? മാഗ്നിറ്റ്യൂഡ് തരുന്നത്. ഇനി അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ട്രയാങ്കിൾ പി എസ് എന്നിൽ നിന്ന് എസ് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് എത്രയാണ്? ബി സൈൻ തീറ്റ. ഇനി അതേപോലെ ട്രയാങ്കിൾ ഒ എസ് എന്നിൽ നിന്ന് സൈൻ ആൽഫ കണ്ടുപിടിക്കുക. ഇതാണ് ട്രയാങ്കിൾ ഒ എസ് എന്നിൽ നിന്ന് സൈൻ ആൽഫ. സൈൻ ആൽഫ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എസ് എൻ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഒ എസ്. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് എഴുതാം? എസ് എൻ ഈക്വൽ ടു ഒ എസ് ആണ് നമ്മുടെ റിസൾട്ടിൻ്റെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ സൈൻ ആൽഫ എന്ന് കിട്ടും. അപ്പോൾ നോക്കി ഈ രണ്ട് ഇക്വേഷൻ 1 ഉം 2 ഇനി രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് സെയിം. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ബി സൈൻ തീറ്റ ഈക്വൽ ടു ആർ സൈൻ ആൽഫ. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 3. അപ്പം എന്താണ് കിട്ടിയത് നമുക്ക് ഇക്വേഷൻ? ബി ബൈ സൈൻ ആൽഫ. നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ.
അതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ടാണ് നമ്മൾ ഈ പി എം എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ വരച്ചിരുന്നത്. അതായത് ട്രയാങ്കിൾ പി എം, അതായത് ഒ പി എം, ട്രയാങ്കിൾ ഒ പി എം, അതിൽ നിന്നും സൈൻ ആൽഫ കണ്ടുപിടിക്കുക. സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് പി എം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഒ പി. ട്രയാങ്കിൾ ഒ പി എമ്മിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഇത് ഒ പി. ഒ പി എന്ന് പറയുമ്പോൾ എ വെക്ടർ ആണ്. അപ്പോൾ പി എം ഈക്വൽ ടു എ സൈൻ ആൽഫ. ഓക്കെ, അതേപോലെ ട്രയാങ്കിൾ പി എം എസ്, അതിൽ നിന്നും സൈൻ ബീറ്റ കണ്ടുപിടിക്കുക. സൈൻ ബീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് പി എസ്. പി എസ് എന്ന് പറഞ്ഞാൽ ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് പി എം ഈക്വൽ ടു ബി സൈൻ ബീറ്റ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സെയിം ആയിട്ട് റൈറ്റ് ഇക്വേറ്റ് ചെയ്യാം, ഇല്ലയോ? ലെഫ്റ്റ് സൈഡ് സെയിം ആയിട്ട് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സൈൻ ആൽഫ ഈക്വൽ ടു ബി സൈൻ ബീറ്റ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? എ ബൈ സൈൻ ബീറ്റ അല്ലേ ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി ബൈ, മേളത്തെ ഇക്വേഷൻ സിമിലർ ആയിട്ട് തിരിച്ചെഴുതാം. ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ. ഇക്വേഷൻ 4. അപ്പോൾ ഇതിൽ ഇക്വേഷൻ 3ഉം 4ഓടും നോക്കിക്കുക, ലെഫ്റ്റ് സൈഡ് സെയിം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? ആർ ബൈ സൈൻ തീറ്റ ഈക്വൽ ആണ് എ ബൈ സൈൻ ബീറ്റ ഈക്വൽ ആണ് ബി ബൈ സൈൻ ആൽഫ, ഇല്ലയോ? ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് സൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും അപ്പൊ ഈ ഇക്വേഷൻ തന്നെ, ഇതിൽ തന്നെ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ നോക്കിക്കേ. അതായത് ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ, അല്ലയോ? അതിൽ നിന്ന് സൈൻ ആൽഫ നമുക്ക് എന്താ കിട്ടും? സൈൻ ആൽഫ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ബി ബൈ ആർ സൈൻ തീറ്റ എന്ന് എഴുതാം, ഇല്ലയോ? അതേപോലെ ട്രയാങ്കിൾ ഒ എസ് എന്നിൽ നിന്ന് ടാൻ ആൽഫ എന്താ കിട്ടും? ടാൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് എസ് എൻ ബൈ ഒ എൻ, ഇല്ലേ? എസ് എന്നിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ബി സൈൻ തീറ്റ, ഒ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാണ് എ പ്ലസ് ബി കോസ് തീറ്റ, നേരത്തെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ആൽഫ വാല്യൂ കണ്ടുപിടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ടിൻ്റെ വെക്ടറിൻ്റെ എന്താ വേണ്ടത്? ഡയറക്ഷൻ ആണ് വേണ്ടത്, അല്ലേ? അപ്പോൾ റിസൾട്ടിൻ്റെ വെക്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എ വെക്ടറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീൻ. അതായത് എ വെക്ടറായിട്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ആൽഫയാണ്. അപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഇത്ര കിട്ടും, ബി ബൈ ആർ സൈൻ തീറ്റ കിട്ടും. അപ്പോൾ ആൽഫ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സൈൻ ഇൻവേഴ്സ് എടുത്താൽ മതി. അല്ലെങ്കിൽ ടാൻ ആൽഫ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടാൻ ഇൻവേഴ്സ് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ആംഗിൾസ് കിട്ടും. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ലോ ഓഫ് സയൻസ്. അപ്പോൾ ലോ ഓഫ് സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏതിൻ്റെ വാല്യൂ ആണ് തരുന്നത്? ആൽഫ, അതായത് റിസൾട്ടിൻ്റെ വെക്ടർ മേക്ക് ചെയ്യുന്ന ഡയറക്ഷനെ കുറിച്ചുള്ള ഐഡിയ തരുന്നതാണ് ഏത്? ലോ ഓഫ് സയൻസ്. എന്നാൽ ലോ ഓഫ് കൊസൈൻസോ റിസൾട്ടിൻ്റെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചുള്ള ഐഡിയ തരുന്നതാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലോ ഓഫ് കൊസൈൻസ് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ലോ ഓഫ് സയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകിൽ ഈ ഇക്വേഷനിൽ നിന്ന് സൈൻ ആൽഫ എടുക്കുമ്പോൾ ബി ബൈ ആർ സൈൻ തീറ്റ കിട്ടും. അതിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കാനുള്ള കാരണം നമ്മുടെ റിസൾട്ടിൻ്റെ വെക്ടർ ഈ ഇപ്പം നമ്മുടെ എക്സ് ഡയറക്ഷനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് തരുന്നത്. അടുത്ത പ്രോബ്ലം, കൺസിഡർ ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഹാവിംഗ് ഇൻക്ലിനേഷൻ 30 degree and magnitude values are 3 cm and 4 cm. Find the resultant magnitude. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അപ്പോൾ തമ്മിലുള്ള ആംഗിളും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചാൽ ലോ ഓഫ് കൊസൈൻസ് അനുസരിച്ച് റിസൾട്ടൻ്റെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എങ്ങനെയാണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അല്ലേ? എയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? അത് സെൻറ്റിമീറ്ററിൽ തന്നെ ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ടിൻ്റെ വെക്ടർ നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്നെ കിട്ടും. 3 സ്ക്വയർ, എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 സ്ക്വയർ, ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു കോസ് ആംഗിൾ എത്രയാണ്? കോസ്
30. ഇത് ചെയ്ത് നോക്കിക്കാൻ മതി. ചെയ്ത് വരുമ്പോൾ 6.75 സെൻറ്റിമീറ്റർ. അതായത് രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും അവ തമ്മിലുള്ള ആംഗിളും തന്നെ റിസൾട്ടൻ്റ് വെക്ടർ ലോഗ് ഓഫ് കൊസൈൻസ് വെച്ച് എന്താണ് √(a² + b² + 2ab cos θ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. റെയിൻ ഈസ് ഫാളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 meter per second. Wind starts blowing after some time with a speed of 12 meter per second in east to west direction. In which direction should a boy waiting at a bus stop hold his umbrella? അതായത് റെയിൻ ആണെങ്കിൽ എങ്ങനെ വെർട്ടിക്കലി ഫാൾ ചെയ്യുന്നു വിത്ത് എ സ്പീഡ് ഓഫ് 35 meter per second. അതായത് 35 meter per second വെർട്ടിക്കലി റെയിൻഫാൾ എന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ വിൻഡ് ആണെങ്കിലോ സ്റ്റാർട്ട്സ് ബ്ലോയിങ് ആഫ്റ്റർ സം ടൈം വിത്ത് എ സ്പീഡ് ഓഫ് 12 meter per second ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു കുട്ടി ഏത് ഡയറക്ഷനിൽ അയാളുടെ അംബ്രല്ല പിടിക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെയല്ലേ നമ്മൾ ഡയറക്ഷൻ വരയ്ക്കുന്നത്. ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ഇത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പം റെയിൻ ഫാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ വെലോസിറ്റി ഓഫ് റെയിൻ നമുക്ക് എങ്ങനെ വരയ്ക്കാം? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ നമുക്ക് വരയ്ക്കാം വിത്ത് എ സ്പീഡ് 35 meter per second. ഇനി വിൻഡ് ബ്ലോ ചെയ്യുന്ന എവിടെ നിന്നാണ്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട്. അപ്പോൾ ഇത് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ, വിൻഡിൻ്റെ ഡയറക്ഷൻ വിത്ത് എ സ്പീഡ് 12 meter per second അല്ലയോ? നമുക്കറിയാം പിന്നെ രണ്ട് വെക്ടേഴ്സിൻ്റെ ടൈൽസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തൊരു പാരലാഗ്രാം ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ നമുക്ക് എന്ത് തരും? റിസൾട്ടൻ്റ് വെക്ടർ തരും എന്ന് നമ്മൾ പഠിച്ചു അല്ലയോ? ഡയഗണൽ ഗിവ്സ് ദ റിസൾട്ടൻ്റ് വെക്ടർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ഡയറക്ഷനിൽ റെയിനനുസരിച്ച് ഏത് ഡയറക്ഷനിൽ അംബ്രല്ല ഹോൾഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം റെയിനനുസരിച്ചല്ലേ നമ്മൾ അംബ്രല്ല ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ അംബ്രല്ല ഹോൾഡ് ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാൻ കമ്പോണൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ലെങ്ത് VW, അതായത് വെലോസിറ്റി ഓഫ് വിൻഡ്. അങ്ങനെയാണെങ്കിൽ ഇതും VW തന്നെ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. വിൻഡിൻ്റെ വെലോസിറ്റി എത്രയാണ്? 12. റെയിനിൻ്റെ വെലോസിറ്റി എത്രയാണ്? 35. അപ്പം ഇത് 12/35 ചെയ്യുമ്പോൾ നമുക്ക് 0.343 വരും. അപ്പോൾ ടാൻ തീറ്റ 0.343 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എത്രയാണ്? ടാൻ ഇൻവേഴ്സ് 0.343 കിട്ടും. അപ്പോൾ ആംഗിൾ എത്ര കിട്ടും? ഇത് ചെയ്ത് വരുമ്പോൾ 18.77 ഡിഗ്രി എന്നിട്ട്, അതായത് നിയർലി ഈക്വൽ ടു 19 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ ദ ബോയ് ഷുഡ് ഹോൾഡ് ഹിസ് അംബ്രല്ല അറ്റ് ആൻ ആംഗിൾ 90 ഡിഗ്രി എങ്ങോട്ട്? വിത്ത് ദ വെർട്ടിക്കൽ ടുവേഴ്സ് വെസ്റ്റ്. ഇങ്ങോട്ട് പോകുമ്പോൾ ഏത് ഡയറക്ഷനിലോട്ടാണ്? അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൻ്റെ ഡയറക്ഷൻ. വിൻഡിനനുസരിച്ച് എങ്ങോട്ടേക്ക്? വെസ്റ്റിലേക്ക് 90 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത്, അതായത് റെയിനുമായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്തിട്ട് വെസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൊട പിടിക്കണം. അതായത് the boy should hold his umbrella at an angle of about 90 degree with the vertical towards west. വെസ്റ്റുമായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്തൊക്കെ രീതിയിൽ വേണം. വെർട്ടിക്കലുമായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്തിട്ട് ടുവേഴ്സ് വെസ്റ്റിലേക്ക് കൊട പിടിക്കണം. ഇതാണ് അംബ്രല്ല ഹോൾഡ് ചെയ്യേണ്ട ഡയറക്ഷൻ്റെ പ്രോബ്ലം. ഈ ടൈപ്പ് പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്.